എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ബിസിനസ് പ്ലാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ്. ഒരുപാട് ആളുകൾ നമ്മൾ വിളിക്കുകയും സംസാരിക്കുകയും നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സർവീസും ഒക്കെയാണ് ഈ ബിസിനസ് പ്ലാൻ പ്രിപ്പറേഷൻ എന്നുള്ളത്. പക്ഷെ പലപ്പോഴും വളരെ ചെറിയൊരു ഐഡിയ സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു വളരെ ഡീറ്റെയിൽഡ് ബിസിനസ് പ്ലാനിലേക്കൊക്കെ പോകുവാൻ അത് ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ് പ്ലാനിൽ ഉണ്ടായിരിക്കേണ്ടതെന്ന് അറിഞ്ഞാൽ ഒരു പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഇനീഷ്യലി ക്രിയേറ്റ് ചെയ്യാം. പിന്നീട് മതിയായിരിക്കും ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സപ്പോർട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ശരിക്കും ഒരു ബിസിനസ് പ്ലാനിൽ ഉണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷനിലെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് കണ്ടക്ട് എ തറോ മാർക്കറ്റ് അനാലിസിസ്. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള മാർക്കറ്റ് അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ മാർക്കറ്റ് അനാലിസിസ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ട് മനസ്സിൽ, അങ്ങനെ പറയല്ല. വളരെ വ്യക്തമായ ഡോക്യുമെൻറ്റേഷൻ സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മൾ ഏത് മേഖലയിലാണോ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഇൻഡസ്ട്രിയെ പറ്റി വ്യക്തമായൊരു റിസർച്ച് ചെയ്യുക. നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ഏതാണ്, നമ്മൾ ആരെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരെ പറ്റി വ്യക്തമായി പഠിക്കുക. നമ്മുടെ കോമ്പറ്റീഷൻ, ആ മേഖലയിലുള്ള കോമ്പറ്റീറ്റേഴ്സ് ആരാണ്, കോമ്പറ്റീറ്റേഴ്സിൻ്റെ രീതികൾ എന്താണത് പഠിക്കുക. അതുപോലെ തന്നെ പുതിയ ട്രെൻഡുകൾ, നമ്മുടെ ആ മേഖലയിലെ പുതിയതായിട്ട് വരുന്ന ട്രെൻഡുകൾ എന്താണ്, അങ്ങനെ ആ മാർക്കറ്റിനെ പറ്റി സമഗ്രമായ വിവരങ്ങളും കളക്ട് ചെയ്യുക. അതോടൊപ്പം എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസും ചലഞ്ചസുമാണ് നമുക്ക് മുന്നിൽ വരാൻ പോകുന്നത്, എന്തൊക്കെ അവസരങ്ങൾ വരാൻ പോകുന്നു, എന്തൊക്കെ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ തറോ മാർക്കറ്റ് അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്, ഇത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ചെയ്യേണ്ടത് ഡിഫൈൻ യുവർ ബിസിനസ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്. മറ്റുള്ളവർ ബിസിനസ് ചെയ്യുന്നു, അവരുടെ ഗോളാകണം എന്നില്ല നമ്മുടെ ഗോൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ വിഷൻ എന്താണ്, മിഷൻ എന്താണ്, ഗോൾ എന്താണ്. ഈ വിഷൻ മിഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോൾ പറഞ്ഞ് ക്ലീഷയായി തുടങ്ങിയൊരു കാര്യമാണ്. പക്ഷേ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാവണം. നമ്മുടെ കൂടെയുള്ള ആളുകൾക്കും നമ്മൾ എന്താണ്, എങ്ങോട്ടാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ക്ലാരിറ്റി കിട്ടാനാണ് ഇതൊക്കെ സെറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ്സൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം അത് അച്ചീവ് ചെയ്യുന്നതിനുള്ള സ്ട്രാറ്റജികൾ, തന്ത്രങ്ങൾ ഇത് മെനയുക എന്നുള്ളതാണ് അടുത്ത പാർട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഏറ്റവും ആദ്യം മാർക്കറ്റ് അനാലിസിസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബിസിനസ്സിൻ്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സും വിഷൻ മിഷൻ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നു. പിന്നീട് ഡെവലപ്പ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് സ്ട്രാറ്റജി. നമ്മൾ എന്ത് സേവനമാണോ, എന്ത് ഉൽപ്പന്നങ്ങളാണോ നമ്മുടെ ഈ ബിസിനസ് വഴി കസ്റ്റമറിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതിനെപ്പറ്റി വ്യക്തമായൊരു ക്ലാരിറ്റി കൊണ്ടുവരേണ്ട ഒരു പാർട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഓർ സർവീസ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലം. കാരണം നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ഏതാണ്, നമ്മൾ ആരെ ലക്ഷ്യം വെച്ചാണ് നമ്മുടെ ഉൽപ്പന്ന സേവനമോ കൊണ്ടുവരുന്നത്, അവരുടെ ആവശ്യങ്ങളെ എങ്ങനെയായിരിക്കും നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിലവിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നൽകുന്ന സേവനമോ ഉൽപ്പന്നത്തിൽ നിന്നോ നമ്മൾ എങ്ങനെ വ്യത്യസ്തരാകാൻ പോകുന്നു എന്നുള്ള പാർട്ടൊക്കെ ഇവിടെയാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഡെവലപ്പ് ബിസിനസ് ക്യാൻവാസ് മോഡലാണ്. ബിസിനസ് മോഡൽ ക്യാൻവാസ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണുക. അതിൽ പറഞ്ഞിരിക്കുന്ന 9 ബ്ലോക്സുകളുണ്ട്. ആ പാർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ദെൻ ക്രിയേറ്റ് എ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്ട്രാറ്റജി. തീർച്ചയായിട്ടും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അതിനെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നൊരു ഏരിയയാണ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ കസ്റ്റമറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, സെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ കസ്റ്റമറെ ആകർഷിക്കാം, കസ്റ്റമറിലേക്ക് എത്തിപ്പെടാം, അതിന് എന്ത് അഡ്വർടൈസിങ്, പ്രൊമോഷൻ, പബ്ലിക് റിലേഷൻ, സെയിൽസ് തുടങ്ങിയ ചാനലുകൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഇവിടെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ പ്ലാൻ യുവർ ഓപ്പറേഷൻസ്. ഡേ ടു ഡേ ഓപ്പറേഷൻസ് എങ്ങനെയായിരിക്കണം, ഇപ്പോൾ പ്രൊഡക്ഷൻ ആയിരിക്കാം, ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കാം, ലോജിസ്റ്റിക്സ് ആയിരിക്കാം, നമ്മുടെ ബിസിനസ്സിൻ്റെ ദൈനംദിന കാര്യങ്ങളുടെ ആ ഓപ്പറേഷൻ പ്ലാനാണ് പിന്നീട് പ്രിപ്പയർ ചെയ്യേണ്ടത് ബിസിനസ് പ്ലാനിൽ. ദെൻ എസ്റ്റാബ്ലിഷ് യുവർ മാനേജ്മെൻറ്റ് ടീം ആൻഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നമ്മുടെ മാനേജ്മെൻറ്റ് ടീം ആരാണ്, ആരൊക്കെയാണ് ഈ സ്ഥാപനത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന ആളുകൾ, അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്താണ്. പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഫണ്ടൊക്കെ പുറത്തുനിന്ന് കണ്ടെത്താനൊക്കെ നോക്കുമ്പോൾ ഈ ആളുകളുടെ ക്രെഡിബിലിറ്റി, അവരുടെ ക്വാളിഫിക്കേഷൻസ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെപ്പോഴും ശ്രദ്ധിക്കുക. എത്രത്തോളം ഭംഗിയായിട്ട് നമ്മൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഘടന, സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതും ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ദെൻ ക്രിയേറ്റ് ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻസ്. ആത്യന്തികമായിട്ടൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബിസിനസ്സിൽ എങ്ങനെയായിരിക്കും വരുമാനം ഉണ്ടാകുന്നത്, അതിൻ്റെ ഒരു പ്രൊജക്ഷൻ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രൊജക്ഷൻ, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുകയും വ്യക്തമായൊരു ധാരണയോടുകൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്നതാണ്, ഇന്ന പോയിൻ്റിൽ എത്തുമ്പോഴാണ് നമ്മുടെ ബിസിനസ് ബ്രേക്ക് ഈവൻ ആവുന്നത്, ഇന്ന പോയിൻ്റിൽ മുതലാണ് ലാഭം ഉണ്ടാവുന്നത്, ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റി ഉള്ളതായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു പോകേണ്ടതുണ്ട് ബിസിനസ് പ്ലാനിൽ. ദെൻ റൈറ്റ് ദ എക്സിക്യൂട്ടീവ് സമ്മറി.
ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് പ്ലാൻ്റെ ഒരു ഓവർവ്യൂ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ നമ്മുടെ കമ്പനിയുടെ ഗോൾസ്, പ്രൊഡക്റ്റ്, സർവീസ്, മാർക്കറ്റിംഗ്, സെയിൽസ് സ്ട്രാറ്റജി, ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ, മാനേജ്മെൻറ്റ് ടീം ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു എക്സിക്യൂട്ടീവ് സമ്മറി ക്രിയേറ്റ് ചെയ്യലാണ് പ്ലാനിൽ വേണ്ടത്. ദെൻ റിവ്യൂ, റിവൈസ് ആൻഡ് പ്രൂഫ് റീഡ്. ഇത് ഒരു ബിസിനസ് പ്ലാനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ കെയർഫുള്ളായിട്ട് റിവ്യൂ ചെയ്ത് പ്ലാൻ ആവശ്യമാണെങ്കിൽ റിവൈസ് ചെയ്ത് വളരെ ക്ലിയറും കൺസൈസും ആയിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വേണം നമ്മളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട്. പ്രൂഫ് റീഡ് ചെയ്ത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സും എററുകളും ഒന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അപ്ഡേറ്റ് ദ പ്ലാൻ റെഗുലർലി. നമ്മളൊരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ തന്നെ ഇടയ്ക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ അതിൽ ആവശ്യമായിട്ട് വരും. പുതിയ റിവ്യൂകൾ നടത്തിക്കൊണ്ടിരിക്കുക. പ്ലാൻ ആവശ്യമാണെങ്കിൽ റിവൈസ് ചെയ്യുക. മാർക്കറ്റിൽ വരുന്ന പുതിയ ചേഞ്ചസിനനുസരിച്ച് നമ്മുടെ ബിസിനസ് പ്ലാൻ അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ വേണ്ടി വന്നാൽ അതിനനുസൃതമായിട്ട് മാറ്റുക. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചത് ഒരു ബിസിനസ് പ്ലാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ബിസിനസ് പ്ലാനിൻ്റെ അകത്ത് ഉണ്ടായിരിക്കേണ്ട എലമെൻറ്റുകൾ എന്താണ് തുടങ്ങിയ വിഷയത്തെ പറ്റിയാണ്. ഒരുപാട് ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നൊരു ഏരിയയാണ്. നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഒരു സ്ഥാപനത്തിന് ആവശ്യമായ ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് നൽകുന്നുണ്ട്. അത്തരം സേവനങ്ങൾക്ക് നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് അത്യാവശ്യത്തിന് ഒരു ബിസിനസ് പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിലൊരു ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യുന്നത് നന്നായിരിക്കും. താങ്ക് യു.